അസ്സലാമു അലൈക്കും. ഓർമ്മയിലൊരു നിലാവിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പരിശുദ്ധ റമദാൻ സമാഗമമായിരിക്കുകയാണ്. മറ്റു മാസങ്ങളെക്കാളും ഏറ്റവും പുണ്യമായ മാസമാണ് ഒരു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസം. ആത്മവിശുദ്ധിയുടെ ആത്മചൈതന്യം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഏറ്റവും മഹത്തരമായ മാസം. ലൈലത്തുൽ ഖദ്ർ എന്ന രാവിൽ പരിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് വേണ്ടി അവതരിപ്പിച്ച മാസം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആത്മചൈതന്യത്തിൻ്റെ ഒരു മാസവും കൂടിയാണ് റമദാൻ മാസം. സൃഷ്ടാവായ അള്ളാഹുവിലേക്ക്, ദൈവത്തിലേക്ക് എത്രമാത്രം മനുഷ്യൻ അടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മാസവും കൂടിയാണ് റമദാൻ. ഒരുപാട് സവിശേഷതകളുള്ള റമദാൻ മാസത്തിൽ തീർച്ചയായും മനുഷ്യൻ ഊട്ടിയുറപ്പിക്കേണ്ടത് സാഹോദര്യത്തിൻ്റെ ദിനങ്ങളാണ്, പശ്ചാത്തലത്തിൻ്റെ ദിനങ്ങളാണ്. ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് മടങ്ങുക. നാളിതുവരെ സൃഷ്ടാവെങ്കിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് ഈ റമദാൻ മാസത്തെ ഓരോ മതവിശ്വാസിയും ഓരോ ഇസ്ലാമും മനസ്സിൽ കരുതേണ്ടതാണ്. റമദാൻ ഒരുപാട് പരിപോഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്ന മാസം കൂടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. തീർച്ചയായിട്ടും 1000 രാവുകളെക്കാളും പുണ്യമായ ഒരു രാത്രി ഈ റമദാനിലുള്ളതാണ്. അശരണർക്ക്, അഗതികൾക്ക്, കഷ്ടപ്പാടനുഭവിക്കുന്ന ഓരോ മനുഷ്യർക്കും അവരെ സഹായിക്കാനും അവരെ സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനുമുള്ള ഒരവസരം കൂടിയാണ്. സദക്കയും സക്കാത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും റമദാൻ മാസം നമ്മളെ പഠിപ്പിക്കുന്നു. തീർച്ചയായും പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാൻ മാസത്തിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. സൗദി അറേബ്യയുടെ റിയാദ് എന്ന മഹാനഗരത്തിൽ നിന്നുമാണ്. എന്നോടൊപ്പം നിങ്ങൾക്കായിട്ടുള്ള അതിഥി മലപ്പുറത്ത് നിന്നും മങ്കടയിലെ ശ്രീ അബൂബക്കർ ഫൈസി വെള്ളിലയാണ്. ഇവിടെ വന്നത് ഇങ്ങനെ ഇലക്ട്രിക്കും കടയിലാണ് ആദ്യമായിട്ട് ജോലിക്കായിട്ട് വന്നത്. നല്ല പേരാണ്, ക്ലിയർ ലൈറ്റ്. ഇതുവരെ അറബികൾ അത് ചേഞ്ച് തിരിച്ചു വന്ന് അവിടുന്ന് വിസയൊക്കെ ആയിട്ടായിരുന്നു പോയിരുന്നത്. അതിൽ കയറി പോരാൻ പറ്റിയിട്ടില്ല. അതേപോലെ സിയാറ, മദീനയിലും ഇതിലൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന അൽഹംദുലില്ലാ എല്ലാം ഫെയർ തന്നെയാണ്. വാപ്പിയും ഉമ്മയൊക്കെ നല്ല ഇസ്ലാമികമായിട്ട് നമ്മളെ വളർത്താൻ നമ്മൾക്ക് വലിയ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. കടകൾ നമ്മൾ 2 മണി വരെ നമ്മുടെ കട തുറന്നിരിക്കും. ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിലും ഉപദേശങ്ങൾ ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ ആത്മാർത്ഥത, നമ്മുടെ ആത്മാർത്ഥത എത്ര ചെയ്യാം. ആദ്യമൊന്നും ചൈനീസുകളെ ഇവിടെ കണ്ടിരുന്നില്ല. ഇപ്പോൾ അവർ ബിസിനസ്സിന് വേണ്ടി യഥേഷ്ടം ആളുകളുണ്ട്. ഇവിടുത്തെ അറബ്സൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിയറസ്റ്റ് രാജ്യത്തോട്ട് പോണ ബഹ്റിനാണെന്ന് കേട്ടത്. പാലം കഴിഞ്ഞപ്പുറത്ത് അല്ലേ, തമാമിനപ്പുറം. ഈ അറബ്സിന് ശരിക്കും ഒന്നുകൂടി ചോദിക്കണം അവസാനമായിട്ട്, അറബ്സിന് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യം? അവർ പൊതുവേ നമ്മളെ ഇന്ത്യക്കാരെ നല്ല രീതിയിലാണ് കാണുന്നത്. പ്രത്യേകിച്ച് മലയാളികളെ, കേരളക്കാരെ അവർ നല്ല സപ്പോർട്ടായിട്ട് തന്നെ ചെയ്യുന്നത്. നമ്മളാണ് കേരളക്കാർ അല്ലെങ്കിൽ മലയാളികളാണെന്ന് പറയുമ്പോൾ കൂടുതലും സ്നേഹം കാണിക്കുന്നു. അത് നമ്മൾ വിജയം കൈവരിക്കുന്നുള്ളൂ മലയാളികൾ. അതാണ് അവരൊക്കെ നമ്മളോട് ഒരു നല്ല രീതിയിൽ തന്നെയാണ് അത് സംസാരിക്കുന്നത്. പക്ഷേ അറബ്സ് ഇതുപോലെ നമ്മളെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, ഇതുപോലെ പ്രവാസികൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന്റെ കേരളത്തിന്റെ സമ്പത്തും നമ്മുടെ വളർച്ചയും പ്രത്യേകിച്ച് സൗദി അറേബ്യയിലുള്ള സമ്പത്ത് തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സൽമാൻ രാജാവാണ്. അടുത്ത കിരീടാവകാശി. അദ്ദേഹത്തിന്റെ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. നിങ്ങളപ്പോൾ വളരെ പ്രതീക്ഷയിലിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. ഓർമ്മയിൽ ഒരു നിലാവ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്
സൗദി അറേബ്യയുടെ റിയാദ് എന്ന മഹാനഗരത്തിൽ നിന്നുമാണ്. എന്നോടൊപ്പം നിങ്ങൾക്കായിട്ടുള്ള അതിഥി മലപ്പുറത്ത് നിന്നും മങ്കടയിലെ ശ്രീ അബൂബക്കർ ഫൈസി വെള്ളിലയാണ്. ഒട്ടേറെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 28 വർഷങ്ങൾക്ക് മുമ്പ് ജിദ്ദയിലെത്തുകയും അവിടെ നിന്ന് റിയാദിലെത്തി വലിയൊരു വ്യവസായ സമുച്ചയം കെട്ടിപ്പൊക്കിയ അബൂബക്കറിനെ നമുക്ക് ആദരവോടെ, സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വലിയ സന്തോഷം. അൽഹംദുലില്ലാ. നീണ്ട പേരാണ് അബൂബക്കർ ഫൈസി വെള്ളില. വെള്ളില സ്ഥലത്തിന്റെ പേരാണ്. സ്ഥലത്തിന്റെ പേരാണ് ഫൈസി എന്ന് പറയുമ്പോൾ അതൊരു ഫൈസി. ഞാൻ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്ന് ബിരുദെടുത്താണ്. ഒരുപാട് പേർക്ക് കേരളത്തിൽ ആ പേര് അല്ലേ? എത്ര വർഷത്തെ കോഴ്സാണ് അത്? പട്ടിക്കാട് കോളേജിൽ 2 വർഷമാണ്. അതിന് മുമ്പ് 8 വർഷം നമ്മൾ മറ്റ് ദർസുകൾ അതേപോലെ തന്നെ അറബി കോളേജുകളിലൊക്കെ പഠിച്ചിട്ടാണ് പട്ടിക്കാട് വരുന്നത്. 2 വർഷത്തെ കോഴ്സ് 1992 കഴിയുന്നത്. അതിനുശേഷം ആദ്യം ജിദ്ദയിലാണ് വന്നത്. ജിദ്ദയിൽ വന്ന് മക്കത്ത് ഏകദേശം 1 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. 96 ഫെബ്രുവരി 13 റിയാദിൽ വരുന്നത്. അന്ന് റമദാനായിരുന്നു. റമദാൻ 25 ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് റമദാനിലാണ്. മാഷാ അല്ലാഹ്. ഈ ഫൈസി ഈ പഠനം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഗൾഫിലോട്ട് വരാനുള്ള ഒരു എന്തായിരുന്നു അതിന് കാരണം? നമ്മുടെ സാമ്പത്തിക സ്ഥിതികളൊക്കെ മോശമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ച ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് ഇങ്ങോട്ട് വന്നത്. അതല്ല, ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ വന്നത്. ആദ്യം ഉംറ എന്നുള്ള ഒരു രീതിയിൽ വന്നിട്ട് അവിടെ ഏകദേശം 1 വർഷം ജോലി ചെയ്തിട്ട് തിരിച്ചുപോയി. ഉംറ ചെയ്തു അവിടുന്ന് ഉംറ ചെയ്തു. ഹജ്ജും കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോയത്. തിരിച്ചു വന്നിട്ട് പിന്നെ തിരിച്ചു വന്ന് അവിടുന്ന് വിസയൊക്കെ ആയിട്ടായിരുന്നു പോയിരുന്നത്. അതിൽ കയറി പോരാൻ പറ്റിയിട്ടില്ല. പിന്നെയാണ് റിയാദിലേക്കുള്ള വിസ ശരിയാവുന്നത്. അവിടെ ആദ്യം എന്താ ജോലി ചെയ്തത്? അവിടെ ഒരു ഓഫീസ് ബോയ് ആയിട്ട് ജാമിയത്ത് ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ അവിടെ നമ്മളെ പരിചയക്കാരൊക്കെ സംഘടിപ്പിച്ച് തന്ന ജോലിയിലായിരുന്നു. ഇവിടെ വന്നത് ഇങ്ങനെ ഇലക്ട്രിക്കും കടയിലാണ് ആദ്യമായിട്ട് ജോലിക്കായിട്ട് വന്നത്. ഏകദേശം 14 വർഷം കടയിൽ ജോലി ചെയ്തു. ഇവിടെ അടുത്ത് തന്നെയാണ്. എന്ത് കട? ഇലക്ട്രിക് അൽ ഹുവൈരീനി എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക്കിന്റെ കടകളാണ്. അങ്ങനെ ജോലി ചെയ്ത് 14 വർഷം അവിടെ ജോലി ചെയ്തിട്ട് പിന്നെ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തിൽ ജിദ്ദയിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന നമ്മളെ മലയാളികൾ, നമ്മളെ മലപ്പുറക്കാരനെ അവരെ കൂടെ ജോലി ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയ ഷോപ്പ് തുടങ്ങി. ഇത് കമലാസ് പാർട്ണർഷിപ്പില് അവരുമായിട്ടുള്ള പാർട്ണർഷിപ്പിൽ തുടങ്ങിയതാണ്. ഇപ്പോഴും പാർട്ണർഷിപ്പിൽ തന്നെയാണ്. നമ്മൾ രണ്ട് പേരാണ് ഞങ്ങൾ പാർട്ണർഷിപ്പിലുള്ളത്. നല്ല പേരാണ്, ക്ലിയർ ലൈറ്റ്. അതെ. ജിദ്ദ ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയതിന്റെ പേര്. പിന്നെ ക്ലിയർ ലൈറ്റ് നമ്മളെ കൂടെയുള്ള പാർട്ണറാണ് ഈ പേര് നിർദ്ദേശിച്ചത്. പേരെന്താ? നൗഷാദ് അലി പാത്തിക്കൽ. ജിദ്ദയിലാണ് ഒരു കടയിൽ തുടങ്ങി. പിന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ റിയാദിൽ 3 കട ഉണ്ട്, ജിദ്ദയിൽ 6 കട ഉണ്ട്. പിന്നെ സൗദി അറേബ്യന്റെ വിവിധ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ആർമാക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ബ്രാൻഡ് സെയിൽസ്മാനായിട്ടും ഒരുപാട് 100ഓളം എംപ്ലോയീസുകൾ ജോലി ചെയ്യുന്നുണ്ട്. 100ഓളം എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ എല്ലാ കടകളിലും വിസിറ്റ് ചെയ്യാറുണ്ടോ? എല്ലാ കടയിലും എപ്പോഴൊന്നും പോകില്ല. അതിന്റെ കൂടുതലും ചുമതല നൗഷാദ് അലി തന്നെ. വലിയ പാർട്ണറും അദ്ദേഹമാണ്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ ഇരിക്കുന്നത്. ലാംപ് ഷെയ്ഡ് ആയതുകൊണ്ട്. ഇവിടെ ലാംപ് ഷെയ്ഡ് മാത്രമേ ഉള്ളൂ, ഡിഫറെന്റ് അതേ ഉള്ളൂ, വേറൊന്നുമില്ല. വേറില്ല, ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ, ഫാൻസി ലൈറ്റുകൾ മാത്രം. ഈ ഫാൻസി ലൈറ്റിനോട് വളരെ താല്പര്യമുള്ളവരാണ് അറബ്സ് അല്ലേ? അറബ്സ് നല്ല അവരായിരിക്കുമല്ലോ മെയിൻ കസ്റ്റമർ. അതെ അതെ തന്നെ. ഇത് ഇവിടുന്ന് വേറെ വല്ല എക്സ്പോർട്ടിങ് അങ്ങനെ വല്ല സംഭവം? നമ്മൾ ചൈനയിൽ നിന്ന് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ സൗദി അറേബ്യയിൽ മാത്രമേ ഉള്ളൂ. ചൈന പ്രോഡക്റ്റ് ആണല്ലേ? ചൈന കംപ്ലീറ്റ് ചൈന. ചൈനയുടെ ബിസിനസ് ഇപ്പൊ നമ്മുടെ നാട്ടിലും പലരും ചെയ്യുന്ന പരിപാടിയാണ്. പ്രോഫിറ്റ് കൂടുതലാന്ന് പറഞ്ഞു. അപ്പൊ ഈ ചൈനയുടെ പ്രോഡക്റ്റിനൊക്കെ ലാസ്റ്റിംഗ് ഒക്കെ എങ്ങനെ? ഗ്യാരണ്ടി ഉള്ള സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. 2 വർഷം 5 വർഷമൊക്കെ ഗ്യാരണ്ടി ഉള്ള സാധനങ്ങൾ കൊടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചത് സ്ഥിരം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണോ? കാരണം ഒരു ലാംപ് ഷെയ്ഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കില്ല. അത് നിൽക്കും. പൊതുവെ അറബികൾ അത് ചേഞ്ച് ചെയ്യും. അവര് 1 വർഷം 2 വർഷം ആകുമ്പോൾ ഏകദേശമൊക്കെ മാറ്റുന്ന സ്വഭാവമാണ് അവര്. ഫർണിച്ചറും അങ്ങനെയല്ലേ? ഫർണിച്ചറും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതെ, യൂസ്ഡ് ഫർണിച്ചർ ഷോപ്പ് വളരെ നേരത്തെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ ചോദിച്ചത്. നമ്മുടെ നാട്ടിലൊന്നും ആ കാലത്തില്ല, ഇപ്പോഴും കാര്യമായിട്ടില്ല യൂസ്ഡ് ഫർണിച്ചർ. പക്ഷെ ഇവിടെ നേരത്തെ ഉണ്ട് അത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഏകദേശം ഒരു 10-12 വർഷമായിട്ടുള്ളൂ ഇവര് ലൈറ്റ് ഇങ്ങനെ ഈ ഫാൻസി ലൈറ്റിലേക്ക് മാറിയത്. അതിന്റെ മുമ്പ് ക്രിസ്റ്റൽ ലൈറ്റുകളൊക്കെ ഉണ്ട്, ഇറ്റലിന്റെ ഒക്കെ.
അതൊക്കെ ഉപയോഗിക്കും. അത് നല്ല കൂടുതൽ നല്ല കോസ്റ്റ്ലി ആയതുകൊണ്ട് ചൈന പെട്ടെന്ന് മാർക്കറ്റൊക്കെ പിടിച്ചെടുത്തു. കസ്റ്റമേഴ്സ് മൊത്തത്തിൽ അറബ്സ് തന്നെയാണോ? അറബികൾ തന്നെയാണ്. പിന്നെ നമ്മളെ ആളുകളുണ്ട് ഇവിടെ, കമ്പനി ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ നമ്മുടെ അടുത്ത് നിന്ന് വന്നിട്ട്. ഒരു വർഷം കഴിയുമ്പോൾ ഷെയ്ഡ്സ് മാറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഉണ്ട് അല്ലേ? സ്ഥിരം വെറൈറ്റി കണ്ടെത്തണം, എപ്പോഴും വെറൈറ്റി വേണം. 28 വർഷക്കാലമായി ശരിക്കും പറയാം താങ്കൾ പ്രവാസിയായിട്ട്. ഒരു നീണ്ട കാലമാണ് ജീവിതത്തിൻ്റെ. അപ്പോൾ അടച്ചോണ്ട അനുഗ്രഹം കൊണ്ടൊന്നും മോശമായില്ല. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? അൽഹംദുലില്ലാഹ് എല്ലാം ഖൈർ തന്നെയാണ്. ഓർക്കുമ്പോൾ ഓർമ്മയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകളായിട്ട് നമുക്ക് ബന്ധപ്പെടാനും പല വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളായിട്ട് നമുക്ക് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 28 വർഷം മുമ്പ് ഇങ്ങോട്ട് വരാൻ എടുത്ത തീരുമാനം കറക്റ്റായിരുന്നു അല്ലേ? അൽഹംദുലില്ലാഹ്. നമ്മളെ സാമ്പത്തിക പറഞ്ഞല്ലോ, സാമ്പത്തിക അന്നത്തെ ഒരവസ്ഥ നമ്മൾ ഗൾഫ് മേഖലയിലേക്ക് എല്ലാവരും കയറുന്നത് പോലെ കയറിയതാണ്. വന്ന് തേടി പിടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല വലിയ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾ ആവറേജ് നമ്മൾ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ്. ഇനി ഇതിൻ്റെ സാധ്യതകൾ എങ്ങനെ പോകുന്നു? ഇനി പുതിയ അപ്ഡേറ്റ്? ഇനി സൗദി അറേബ്യൻ്റെ ബിസിനസ്സിൽ കൂടുതലും സാധ്യതകളാണ് കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം സൗദി അറേബ്യ ഭയങ്കരമായിട്ട് ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു മഹാരാജ്യമാണ്. കാരണം ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് അല്ലേ? ഒട്ടേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ. ഒരുപാട് ആ മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? എന്തെല്ലാം മാറ്റങ്ങളാണ് താങ്കൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്ന് പറയാമോ? വിവിധ കമ്പനികളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. എവിടെ നിന്നൊക്കെ ഉള്ളത്? വിവിധ യൂറോപ്യൻ കമ്പനികൾ, ചൈനീസുകളൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ആദ്യമൊന്നും ചൈനീസുകളെ ഇവിടെ കണ്ടിരുന്നില്ല. ഇല്ല. ഇപ്പൊ അവര് ബിസിനസ്സിന് വേണ്ടി യഥേഷ്ടം ആളുകളുണ്ട്. ചൈനക്കാരനെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് യൂസ് ആൾക്കാർ വരുന്നുണ്ട്. വിദേശികളൊക്കെ ആകർഷിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നത്. അതൊരു ബിസിനസ്മാൻ എന്ന നിലയിൽ നോക്കി കാണുമ്പോൾ സാധ്യതകൾ കൂടുതലാണ് അല്ലേ? കൂടുതലാണ്. ഇനി അപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ബഹ്റിൻ ഭയങ്കര ഡെവലപ്ഡ് കൺട്രിയാണ് ശരിക്കും പറഞ്ഞാൽ. എത്രയോ അതിലൊക്കെ അപ്പുറമാണ് സൗദിന്റെ മാറ്റം. കാരണം ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഇവിടുത്തെ അറബ്സൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിയറസ്റ്റ് രാജ്യത്തോട്ട് പോണ ബഹ്റിനാണെന്ന് കേട്ടിട്ടുണ്ട്. പാലം കഴിഞ്ഞപ്പുറത്ത് അല്ലേ? ദമാമിനപ്പുറം അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഈ സമയത്ത് ഏകദേശം അവരൊക്കെ ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ തിരിഞ്ഞു കാര്യങ്ങളൊക്കെ തിരിഞ്ഞ രീതിയിലാണ്. ഹാപ്പിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലരാ മാറ്റത്തെ വേറെ രീതിയിലും കാണാം ഒരു പക്ഷേ അല്ലേ? ഒരു ഇസ്ലാമിക് വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഇസ്ലാമിക വീക്ഷണത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ രാജ്യത്തിന്റെ പുരോഗതി ആണ് ലക്ഷ്യം വെക്കുന്നത് എന്നാ തോന്നുന്നത്. അതിപ്പോൾ ഈ ചേഞ്ച് വരാനുള്ള കാരണം ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഭരണാധികാരികളുടെ മാറ്റങ്ങളാണ്. സൽമാൻ രാജാവ്. അദ്ദേഹത്തിന്റെ പുള്ളി എങ്ങാണല്ലേ? അദ്ദേഹത്തിന്റെ മകനാണ് അടുത്ത കിരീടാവകാശി. അദ്ദേഹത്തിന്റെ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. നിങ്ങളപ്പോൾ വളരെ പ്രതീക്ഷയിലായിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്. വളരെ ബിസി ആയിട്ടുള്ളൊരു ബിസിനസ്മാൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ തന്നെ അതിനിടയിൽ ഇവിടെ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസിലും അല്ലെങ്കിൽ ചാരിറ്റിയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും താങ്കളുടെ ജീവിതം. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? മറ്റ് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ സമസ്ത ഇസ്ലാമിക് സെൻ്ററിൻ്റെ ആദ്യകാലം 96 തന്നെ അതിൻ്റെ സംഘടന രൂപീകരണത്തിലൊക്കെ പങ്കാളികളായി. ഇപ്പോഴും അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ KMCC ഇതിലൊക്കെ പ്രവർത്തനം. നമ്മളിപ്പോൾ ഇരിക്കുന്ന പരിശുദ്ധ റംസാൻ മാസത്തിലാണ്. ഓർമ്മയിലൊരു നിലാവെന്നാണ് നമ്മുടെ പരിപാടിയുടെ പേര്. റംസാന് ശരിക്കും പറഞ്ഞാൽ ഒരു മതവിശ്വാസി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ? ഏറ്റവും സുവർണ കാലങ്ങളാണ് റമദാന്. ശരിയായ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലാണെങ്കിൽ നമുക്ക് ഉംറ, അതേപോലെ സിയാറ, മദീനയിലും ഇതിലൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ചൊരിഞ്ഞ സ്ഥലമാണ് തൊട്ടടുത്ത്. അൽഹംദുലില്ലാഹ്. അത് വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ മനസ്സിലെല്ലാം ആദ്യ നോമ്പിനെ കുറിച്ചുള്ള, ബാല്യകാലത്തുള്ള നോമ്പിനെ കുറിച്ചുള്ള ഒരു ഓർമ്മകളുണ്ടാവും. താങ്കളുടെ ആദ്യ നോമ്പിനെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? ആദ്യം നോമ്പ് പിടിച്ചൊക്കെ ഓർമ്മയുണ്ട്? ഏത് കാലത്താണ്? ചെറുപ്പം മുതൽ തന്നെ നോമ്പ് ഫുള്ളായിട്ട് നോമ്പ് ഓർക്കലുണ്ട്. പാപ്പൊക്കെ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള? പാപ്പൊക്കെ സാധാരണ ഒരു ഫാമിലിയാണ്. നമ്മൾ മറ്റേ മൂലയൊരു കുടുംബമൊന്നുമല്ല, സാധാരണ ഒരു കുടുംബമാണ്. അൽഹംദുലില്ലാഹ് എല്ലാം നല്ല രീതിയിലായിരുന്നു. പാപ്പയും ഉമ്മയൊക്കെ നല്ല ഇസ്ലാമികമായിട്ട് നമ്മളെ വളർത്താൻ നമ്മൾക്ക് വലിയ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 6 മക്കളാണ്. മൂത്താളാണോ? മൂത്തത് പെങ്ങളാണ്. അതിൻ്റെ താഴെ എനിക്ക് ഞങ്ങൾ 5 ആൺമക്കളുമാണ്. അവരൊക്കെ 2 ഇവിടെ എൻ്റെ കൂടെ ഉണ്ട്, 2 നാട്ടിലും. ആദ്യ നോമ്പിനെ കുറിച്ച് ഉള്ള ഓർമ്മ ഞാൻ ചോദിച്ചു നേരത്തെ. എങ്ങനെയായിരുന്നു അന്നത്തെ? അന്ന് വളരെ ചെറു പ്രായത്തിലല്ലേ. പിന്നെ ഞാൻ ആദ്യം തന്നെ ദർസ് പഠനത്തിനൊക്കെ പോയിരുന്നാണ്.
അപ്പോൾ ശരി, എല്ലാ നോമ്പ് എല്ലാ ഫുള്ളായിട്ട് തന്നെ നോറ്റ് ഇട്ടുള്ള ചെറുപ്പം തൊട്ട് തന്നെ ഫുള്ളായിട്ട് നോക്കുന്ന ഒരു നോമ്പല്ല. ഒരു കുടുംബസ്ഥിതിയായിരുന്നു അല്ലേ? അതെ അതെ. നമ്മുടെ ഗൾഫ് രാജ്യത്ത് നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതിൽ പകലാണ്. പകല് ശാന്തമായി കിടക്കും, രാത്രി ഉണരുകയാണ് അല്ലേ? അതെ, രാത്രി ഉറക്കമില്ല. രാത്രി ഉറക്കമില്ല. കടകുമ്പോൾ നമ്മൾ 2 മണി വരെ നമ്മുടെ കട തുറന്നിരിക്കും. ഈ കട 2 മണി വരെ തുറക്കും. തുറക്കും. ഏകദേശം സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പിന്നെ ഒരു ഉറക്കമില്ല? ഉറക്ക് സാധാരണ ഇല്ല. ഇല്ല ഇല്ല ഇല്ല. 30 ദിവസം രാത്രി ഉറക്കമില്ല? സാധാരണ ഉറക്കം ഉണ്ടാവില്ല, ഉണർന്നിരിക്കും, സമയം ഉണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ശുഭനമസ്കാരം കഴിഞ്ഞ് സുബഹിസ്കാരം കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ ഉറങ്ങും. പിന്നെ നമ്മളെ കട 10 മണിക്ക് തുറക്കുന്ന കട ഉണ്ട്, ദുഹറിസ്കാരം കഴിഞ്ഞിട്ട് തുറക്കും. താങ്കളുടെ രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെ? അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ വരുള്ളൂ. ദുഹർ കഴിഞ്ഞതിന് ശേഷം, ദുഹറിസ്കാരം കഴിഞ്ഞതിന് ശേഷം കട തുറക്കും. പിന്നെ 5 മണി വരെ ഓപ്പണാണ്. ഇപ്പോൾ താങ്കൾ ഈ ബിസിനസ്സായിട്ട് ഇരിക്കുമ്പോൾ ഇവിടുത്തെ ടൈമിങ്ങിൻ്റെ ഒരു മാറ്റം വരും അല്ലേ? കച്ചവടത്തിലുള്ള മാറ്റങ്ങൾ സാധാരണ നമ്മൾ റെഗുലറായിട്ട് പോകുന്ന രീതിയിലായിരിക്കില്ല നോമ്പ് കാലത്ത്. നോമ്പ് കാലത്ത് സമയത്തിൻ്റെ മാറ്റം, അതുപോലെ ബിസിനസ്സിൻ്റെ മാറ്റം. താങ്കളുടെ ഈ ക്ലിയർ ലൈറ്റ്, ഈ ലാമ്പ് ഷെയ്ഡ്സും കാര്യങ്ങളുമായിട്ടുള്ള ബിസിനസ് ആകുമ്പോൾ നോമ്പിനെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്? സാധാരണ നമ്മൾ ലൈറ്റിൻ്റെ കച്ചവടം ഒരു പകുതി വരെ നല്ല കച്ചവടം ഉണ്ടാവും, നോമ്പ് പകുതി വരെ. ഇതിൻ്റെ ശേഷം കുറച്ചൊക്കെ കുറവ് വരും. ഇത് നോമ്പ് കാലം തന്നെയാണ് നമ്മളെ ലൈറ്റിൻ്റെ സീസണ്. അതെന്താ അങ്ങനെ വരുന്നത്? ഈ നോമ്പ് അനുബന്ധിച്ച് വരെ ലൈറ്റുകളൊക്കെ ഒന്ന് മാറ്റും. ഓ, അങ്ങനെയുണ്ടല്ലേ, ചേഞ്ച് ചെയ്യണ സമയമാണ്. അപ്പോൾ ഈ ഫാൻസി ലൈറ്റുകളൊക്കെ കൂടുതലും നമ്മളൊന്ന് ഫ്രഷ് ആകണ സമയമാണ് എസ്പെഷ്യലി. അപ്പോൾ ബിസിനസ് കൂടും. സാധാരണ ഉണ്ടാകലുണ്ട്. ഈ വർഷം കുറച്ചൊക്കെ ഒരു കുറവുണ്ട് അതിലും തോന്നുന്നുണ്ട്. ഇപ്പോൾ 9 കടയുണ്ടെന്ന് പറഞ്ഞു അല്ലേ? 9 കട നമ്മളെ ഈ കമ്പനി പേരിൽ. 3 ജിദ്ദയില്, 6 ജിദ്ദയിൽ, 6 ജിദ്ദയില്, 3 അവിടെ. ഇനി പുതിയ എന്തൊക്കെയാണ് അങ്ങനെ പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നത്? പുതിയ സംരംഭങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ലാ. അത് പുറത്ത് പറയാൻ ഉദ്ദേശിക്കണല്ലോ അപ്പോൾ അല്ലേ? കൂടുതൽ ഇത് ഈ ഇതിൽ തന്നെയാണ്. കൂടുതൽ കടകളൊക്കെ നോക്കണമെന്നുണ്ട്. കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ല. കുടുംബം വീട്ടിലെ വൈഫിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. ഇവിടെ കൂടെ തന്നെ ഉണ്ട്. വൈഫിന്റെ പേര് ഹസീന. മക്കള് എത്ര? 4 പേര്. മക്കള് 4 പേരാണ്. ആൺകുട്ടികളാണ് ഒക്കെ. മുഹമ്മദ് മിദിലാജ് മൂത്തത്, രണ്ടാമത് മിക്ദാദ്. മുഹമ്മദ് മിദിലാജ് ഇപ്പോൾ നമ്മളെ കൂടെ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ മിക്ദാദ് നാട്ടിൽ പഠിക്കുകയാണ്, ഡിഗ്രിക്ക്. 2 പേരും ഇവിടെ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പരീക്ഷ എഴുതി. ഇനിയിപ്പോൾ അവരിങ്ങോട്ട് വരുമായിരിക്കും അല്ലേ? മറ്റേ ആളൂടെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഓൾറെഡി 3 ആൾ ഇവിടെ ഉണ്ട്. താങ്കൾ ബിസിനസ്സിൽ വിജയം നേടിയ ആളാണ്, തെളിയിച്ച ആളാണ്. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു, അന്നത്തെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നാട്ടിലൊക്കെ അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു യാത്ര അല്ലേ? പ്രവാസിയായിട്ട് വന്നിട്ട് ഇവിടെ ഒരു വലിയ ബിസിനസ് സമുച്ചയം കെട്ടി. ശരിക്കും പറഞ്ഞാൽ അത് കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ്. അത് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തന്നെ നമ്മുടെ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇറങ്ങാനും ഇടപെടാനൊക്കെ? അവർക്ക് താങ്കളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ഉപദേശം കൊടുക്കാൻ പറ്റുമോ? ഉപദേശം എന്തൊക്കെയാണ് നമ്മൾ കരുതണ്ടേ? ഒന്ന്, ഇതിന് നല്ലൊരു ഉപദേശം തേടുക. ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിലും ഉപദേശങ്ങൾ ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ ആത്മാർത്ഥത, നമ്മുടെ ആത്മാർത്ഥത എത്ര ചെയ്യാം. ആത്മാർത്ഥതയോടുകൂടെ ജോലി ചെയ്താലാണ് നമ്മുടെ വിജയം ഉണ്ടാവുക. അള്ളാന്റെ ഒരു സഹായം ഉണ്ടാകും. അത് തീർച്ചയായിട്ടും വേണം. പിന്നെ ഇവിടുത്തെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് സാമ്പത്തികമായിട്ടൊക്കെ സാമ്പത്തിക ശുദ്ധി ഈ ബിസിനസ്സിൽ അത്യാവശ്യമാണ്. എന്നാലും നമുക്കൊരു സത്യസന്ധത, എല്ലാവരെയും സപ്പോർട്ടും കിട്ടാനുള്ള. ഈ അറബ്സിന് ശരിക്കും ഒന്നുകൂടി ചോദിക്കണം അവസാനമായിട്ട്, അറബ്സിന് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? അവർ പൊതുവേ നമ്മളെ ഇന്ത്യക്കാരെ നല്ല രീതിയിലാണ് കാണുന്നത്, പ്രത്യേകിച്ച് മലയാളികളെ. കേരളക്കാരെ അവർ നല്ല സപ്പോർട്ടായിട്ട് തന്നെ ചെയ്യുന്നത്. നമ്മളാണ് കേരളക്കാർ അല്ലെങ്കിൽ മലയാളികളാണെന്ന് പറയുമ്പോൾ കൂടുതലും സ്നേഹം കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരോടുള്ള ഇടപെടത്തിലുള്ള ഈ സാമ്പത്തിക ശുദ്ധിയും അതായിരിക്കാനാണ് അവർ പറയുന്നത്. അങ്ങനെയാണ്. പിന്നെ ജോലിയിലുള്ള ആത്മാർത്ഥതയും അത് നമ്മളെ അതാണ്. അവരൊക്കെ നമ്മളോടൊരു നല്ല രീതിയിൽ തന്നെയാണ് അത് സംസാരിക്കുന്നത്. ഒരുപക്ഷെ അറബ്സ് ഇതുപോലെ നമ്മളെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, ഇതുപോലെ പ്രവാസികൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന്റെ സമ്പത്തും നമ്മുടെ വളർച്ചയും, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലുള്ള സമ്പത്ത് തന്നെയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളാണെങ്കിലും ഇപ്പൊ നമ്മളൊക്കെ ബന്ധപ്പെടുന്ന സംസ്ഥയുടെ സ്ഥാപനങ്ങൾ, അതുപോലത്തെ നമ്മളെ വളർച്ചയ്ക്കൊക്കെ ഒരു വലിയൊരു പങ്ക് സൗദി അറേബ്യയിൽ നമ്മുടെ പ്രവാസികൾ വഹിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതാണ് അവർ അത്രയധികം സപ്പോർട്ട് ചെയ്യണം. എന്തായാലും അബൂബക്കർ വലിയ തിരക്കുള്ളൊരു ബിസിനസ്സുകാരനാണ്. അതിനിടയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്ര സമയം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. അതെല്ലാം
വൻ വിജയമാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാ നന്മകളും നേരുന്നു. നിങ്ങൾക്ക് സന്തോഷം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين سيدنا محمد وعلى آله وصحبه ومن تبع بإحسان إلى يوم الدين. اليوم التقينا بقناة درشنة الهندية في منطقة وتشاركنا وإياهم في وجبة الإفطار، واللهم لك الحمد. جمعتنا اللحمة والإسلام والتسامح الذي جمعنا وإياهم على وجبة الإفطار الرمضانية في هذه الأجواء الروحانية والإيمانية، ونحن أمانة متشرفين بهم في مملكتنا العربية السعودية، وانتهزنا هذه الفرصة لاستضافتهم والحديث معهم وتبادل المعلومات التي تعود على شعبنا وعلى شعبهم بما يفيد بالمصالح المشتركة والثقافات المختلفة ما بيننا وبينهم، ونرحب بهم مرة أخرى. وهذا ليس بالملتقى الأول بيننا وبينهم، سيكون إن شاء الله بإذن الله لقاءات لاحقة يتم فيها تبادل المصالح والمنافع بين أطراف المجموعة بإذن الله. وألف شكر على استضافتهم، ونتمنى لهم مزيد من التوفيق والسداد بإذن الله. السلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും. അങ്ങനെ മൂന്നാമത്തെ നോമ്പ് തുറ കഴിഞ്ഞു. അബൂബക്കർ ഫൈസി നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഇഫ്താർ വിരുന്നൊരുക്കി ഈ മനോഹരമായ ഹോട്ടലിൽ. ഒരുപാട് വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു. ഈജിപ്ഷ്യൻ ഫുഡ്, നമ്മളെല്ലാം അധികം കഴിക്കാത്ത രുചികരമായ ഭക്ഷണം. ഒട്ടേറെ പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അർബാബ് ഉൾപ്പെടെ ഒരുപാട് അറബ്സ് ഒന്ന് പരിചയപ്പെട്ടു. ഞാനും എന്നോടൊപ്പമുള്ള സഹപ്രവർത്തകരെ അതിരുചികരമായ ഭക്ഷണം കഴിച്ച സന്തോഷത്തോടെ അബൂബക്കർ ഫൈസിയുമായിട്ട് ഇനി പിരിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗത്ത് പടച്ചവൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഓർമ്മയിലൊരു നിലാവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ നാളെ എത്തും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.